വെള്ളിത്തിരയിലെ യഥാർത്ഥ ഹീറോ, എതിർവാക്കുകളില്ലാത്ത തിരക്കഥാകൃത്ത്, ഗുരുതുല്യനായ സുഹൃത്ത് എന്നാണ് പ്രിയദർശൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന തിരയെഴുത്തുകളിലൂടെ മലയാള സിനിമയെ പോഷിപ്പിച്ച ചലച്ചിത്രകാരൻ എന്നുകൂടി അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാം. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ആക്ഷേപഹാസ്യത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു തന്റെ തിരയെഴുത്തുകളിലൂടെ ശ്രീനിവാസൻ. കുറിക്കുകൊള്ളുന്ന സംഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കഥയുടെ പ്രത്യേകത. മലയാളികൾക്കൊപ്പം ജീവിക്കുന്ന മനുഷ്യനാണ് ശ്രീനിവാസന്റെ തിരക്കഥയിലെ കഥാപാത്രങ്ങളെന്നും പറയാം. ശ്രീനിവാസന്റെ കഥാപാത്രങ്ങളെല്ലാം മലയാളികൾക്കിടയിൽ ജീവിക്കുന്നവരാണ്. ശ്രീനിവാസൻ കണ്ടെത്തിയ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമുക്കിടയിൽ ഉള്ളവർ തന്നെ. മലയാളികളുടെ പൊങ്ങച്ചവും അസൂയയും അപകർഷതയും അതിരാഷ്ട്രീയ ബോധവും നിസ്സഹായാവസ്ഥയും എല്ലാം ലളിതമായി ശ്രീനിവാസൻ പകർത്തി. തൊഴിൽ തേടി നടക്കുന്ന TP ബാലഗോപാലൻ മുതൽ പരിഷ്കാരത്തിനായി പേര് PR ആകാശ് എന്നാകുന്ന പ്രകാശ് വരെ കാണിക്കുന്നത് ആ പ്രതിഭയുടെ നിരീക്ഷണ ബോധം. പതിവ് നായക സങ്കല്പങ്ങൾ പൊളിച്ച് കുറവുകൾ കാണിച്ച് സ്വയം കളിയാക്കുന്ന ശ്രീനിവാസനെ നായകരിലും കണ്ടത് മലയാളിയെ. അപാരമായ നർമ്മവും കൂരമ്പാകുന്ന മറുപടികളും ശ്രീനിവാസൻ ഡയലോഗുകളിലെ സവിശേഷത. തലമുറകൾ ഏറ്റെടുത്ത സംഭാഷണങ്ങളും സന്ദർഭങ്ങളും ട്രോളുകൾക്ക് മുമ്പേ മലയാളിയെ ഊർച്ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു. കണ്ണൂരുകാരൻ പാട്ടിത്തി ശ്രീനിവാസനെ വളർത്തിയെടുത്തത് മദ്രാസിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. രജനീകാന്ത് അടക്കമുള്ള പ്രമുഖർക്കൊപ്പം സിനിമാ പഠനം. 1977 PA ബക്കറിന്റെ മണിമുഴക്കത്തിൽ അഭിനയത്തിന്റെ അരങ്ങേറ്റം കുറിക്കുന്നു. ആദ്യം ചെറിയ വേഷങ്ങൾ, പിന്നീട് കണ്ടത് ചെറിയ ശ്രീനിയുടെ വലിയ ലോകം. സത്യൻ അന്തിക്കാടുമൊത്ത് 15 സിനിമകൾ. മികച്ച കൂട്ടുകെട്ട് ഒരുക്കിയവരിൽ പ്രിയദർശൻ, കമൽ എന്നിവരും. സിനിമയ്ക്ക് പുറത്തെ ശ്രീനിവാസനും എന്ന് ചർച്ചകളിൽ നിറഞ്ഞു. ചുവപ്പുകോട്ടയായ പാട്ടിത്തിൽ നിന്നും അരങ്ങിലെത്തിയ പ്രതിഭയ്ക്ക് കേരളം എപ്പോഴും കാതോർത്തു. ഇടതാശയങ്ങൾ മുറുകെ പിടിക്കുമ്പോഴും ഇടംബലം നോക്കാതെ സാമൂഹ്യ വിമർശനം, കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകിയും ശ്രീനിവാസൻ കേരളത്തെ വിസ്മയിപ്പിച്ചു. 40 വർഷത്തെ സിനിമാ ജീവിതത്തിൽ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി അംഗീകാരങ്ങൾ.